ഇൻ്റഗ്രൽ സൈൻ ടു എക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ എളുപ്പവഴി ലാസ്റ്റ് പറഞ്ഞുതരാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്ക് സൈൻ എക്സ് അറിയാം, പക്ഷേ സൈൻ ടു എക്സ് അറിയില്ല. ഇവിടെ നമ്മൾ വേരിയബിൾ മാറ്റാൻ പോവാം. ഈ ടു എക്സിന് പകരം ഒരു യു എന്നോ വി എന്നൊക്കെ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നില്ലേ. അപ്പോൾ ഞാൻ അതന്നെ ചെയ്യുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാ ഇക്വേഷൻ അല്ലെങ്കിൽ സാധാ ഫംഗ്ഷൻ സൈൻ എക്സ് കോസ് എക്സ് അതിന് പകരം ഒരു 2x എന്നോ 3x എന്നോ 5x എന്നോ അല്ലെങ്കിൽ x/2 എന്നോ ഒരു നമ്പർ മാത്രം എക്സ്ട്രാ വന്നാലും നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ പെട്ടെന്ന് എഴുതാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ 2xന് യു എന്ന് കൊടുക്കുക. സ്റ്റെപ്പുകൾ ഇതാണ്, നിങ്ങൾ സൈഡിൽ ചെയ്യുകയാണ് നല്ലത്. 2xന് യു എന്ന് കൊടുക്കുക. ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നൊക്കെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് ഇത്ര എഴുതിയാൽ മതി. ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ്. 2ൻ്റെ ഡെറിവേറ്റീവ് 2, എക്സിൻ്റെ ഡെറിവേറ്റീവ് dx. ഇനി അങ്ങനെ എഴുതി ശീലിച്ചോളൂ. ഈ ഒരു സ്റ്റെപ്പിൽ മാത്രം എക്സിൻ്റെ ഡെറിവേറ്റീവ് dx, യുവിൻ്റെ ഡെറിവേറ്റീവ് du. ഓക്കെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ du/dx എന്നൊക്കെ എഴുതേണ്ടത് ശരിക്കും പറഞ്ഞാൽ 2ൻ്റെ ഡെറിവേറ്റീവ് 2, 2xൻ്റെ ഡെറിവേറ്റീവ് 2, യുവിൻ്റെ ഡെറിവേറ്റീവ് du/dx എന്നൊക്കെ എഴുതേണ്ടത്. നിങ്ങൾക്ക് ആ dxനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എക്സിൻ്റെ dx എന്നും യുവിൻ്റെ du എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ 2dx = du. ഇനിയോ നമുക്ക് dx എന്ത് വരും? du/2. ഓക്കെ, dxന് പകരം അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 2x കാണുന്നിടത്തൊക്കെ ഞാൻ u എന്ന് കൊടുക്കും, dx കാണുന്നിടത്തൊക്കെ du/2 എന്ന് കൊടുക്കും. അപ്പോൾ അതെങ്ങനെ വരിക? ഇൻ്റഗ്രൽ സൈൻ 2x ഇൻ്റഗ്രൽ സൈൻ 2xന് പകരം എനിക്ക് u എന്ന് കൊടുക്കാം, dxന് പകരം du/2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നോക്കി നോക്കൂ, ഈ 1/2 അല്ലേ ഇത്? കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേഷനകത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തെടുക്കാം. 1/2 ആണെങ്കിൽ 2 അല്ല. ബാക്കി എന്താ ഉള്ളത്? സൈൻ യു du. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാവുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻ്റഗ്രൽസിൻ്റെ രൂപത്തിലേക്ക് വരുമെന്ന്. ഇനി 1/2 ഇൻറ്റു സൈൻ യുവിൻ്റെ സൈൻ എക്സിൻ്റെ എന്താ? കോസ് എക്സ്. കോസ് എക്സ് അല്ല, മൈനസ് കോസ് എക്സ്. അപ്പോൾ സൈൻ യുവിൻ്റെ എന്താ? മൈനസ് കോസ് യു. പ്ലസ് സി ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ -1/2 എന്ന് എഴുതാം. ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്, കാരണം യു നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഇല്ല, നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ യുവിന് പകരം എന്തെഴുതി കൊടുക്കുക? ലാസ്റ്റ് സ്റ്റെപ്പിൽ 2x എന്ന് എഴുതി കൊടുക്കുക, പ്ലസ് സി. ഇത്രയുള്ളൂ ആൻസർ. ഓക്കെ, ഇതാണ് സൈൻ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ചെറിയൊരു ചേഞ്ച്, 2x + 3 ആയിരുന്നെങ്കിലോ, അതായത് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, സൈൻ ഓഫ് 2x + 3 ഇങ്ങനെ വന്നാലും നിങ്ങൾ എന്ത് കൊടുക്കുക? ഈ 2x + 3ക്ക് ഒന്നും നോക്കണ്ട, യു എന്ന് കൊടുത്തേക്ക്. ഓക്കെ, 2x + 3 = u എന്ന് കൊടുക്കുക. രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇപ്പോഴും 2dx എന്നാണ് വരിക. 2ൻ്റെ ഡെറിവേറ്റീവ് 2 തന്നെ, 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ നിർത്തി. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമുക്ക് dx എന്ന് കൊടുക്കാം. 3ൻ്റെ ഡെറിവേറ്റീവ് 0. 2x + 3ൻ്റെ ഡെറിവേറ്റീവ് 2 തന്നെയാണ്. ഓക്കെ, യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ du എന്ന് കൊടുത്തു. ഇവിടെയും dx = du/2 വരും. ഇവിടെ എന്താ എഴുതാം നമുക്ക്? ഇൻ്റഗ്രൽ 2x + 3ക്ക് മൊത്തത്തിലാണ് കേട്ടോ u എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ സൈൻ യു dxന് പകരം ഞാൻ എന്ത് കൊടുത്തു? ഇവിടെയും du/2 തന്നെ, ഒന്നും മാറ്റില്ല. ഓക്കെ, ഇവിടെ നേരത്തെ ചെയ്തതുപോലെ 1/2 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ സൈൻ യു du. 1/2 ഇൻറ്റു സൈൻ യു ഡിയുവിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, മൈനസ് കോസ് യു പ്ലസ് സി. ഓക്കെ, ഇനി -1/2 കോസ് യുവിൻ്റെ പകരം നമുക്ക് യുവിന് പകരം കൊടുക്കണം. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ അവസാനിപ്പിക്കാവുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു തവണ നമ്മൾ കൊടുത്തു, അത് തിരിച്ച് റിവേഴ്സ് ആയിട്ടും ചെയ്യണം. കോസ് ഓഫ് 2x + 3 പ്ലസ് സി, കാരണം യു എന്ന് പറഞ്ഞാൽ 2x + 3 ആയിരുന്നു. ഓക്കെ, ഈ രണ്ട് കേസിലും ഞാൻ ഡയറക്റ്റായിട്ട് ഈ എക്സിന് പകരം വന്നതിന് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ചോദ്യം വരും, ഇതേ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിലും എക്സിന് പകരം വന്ന x² + അങ്ങനെ എല്ലാ കേസിലും പറ്റുമോ? ഇതേ 2x ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, എക്സിന് പകരം നല്ലോണം ശ്രദ്ധിച്ചോളൂ, f(x) നമുക്ക് അറിയാവുന്ന ഇൻ്റഗ്രലാണെന്ന്. f(ax + b) ഫോമാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ax + bക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സൈൻ എക്സ് നമുക്കറിയാലോ, സൈൻ 2x ആണെന്നുണ്ടെങ്കിൽ 2x സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 2x + 3 ആണെങ്കിൽ 2x + 3ക്ക് മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ വെറൊരു 2 മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കി നോക്കുക, ax + bൻ്റെ ഡെറിവേറ്റീവ് എന്താ? വെറൊരു a മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലെ വേരിയബിൾ 2x എന്നോ 2x + 3 എന്നോ
അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി എന്നോ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു യു എന്ന് കൊടുത്തിട്ട് ഈ സ്റ്റെപ്പുകൾ ചെയ്തോളൂ. ഓക്കെ, പുട്ട് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു യു, ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ്. ഓക്കെ, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് ഡി എക്സിന് പകരം എന്താണോ യുവിന് പകരം എന്താണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു ടൈപ്പ് പറയാനൊന്നുമില്ല, ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇതാണ് എളുപ്പം. ഓക്കെ, നമ്മൾ ഡെറിവേറ്റീവ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ വരികയാണെങ്കിൽ 2x ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾ നോക്കി നോക്കൂ, സൈൻ എക്സ് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രം മതി. എക്സ് സ്ക്വയർ പ്ലസ് 1 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2x ഇവിടെ അല്ലേ, അതല്ലേ അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് കൊടുക്കേണ്ടത് കിട്ടിയാൽ മതി. അപ്പോൾ പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു യു, ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ്, എക്സ് സ്ക്വയറിൻ്റെ 2x, പിന്നെ ഒരു dx എഴുതി കൊടുക്കുക, കാരണം 1ൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ. യുവിൻ്റെ ഡെറിവേറ്റീവ് ഡി യു. അപ്പോൾ 2x dxന് മൊത്തത്തിൽ നിങ്ങളിവിടെ dx ഈക്വൽ ടു ഡി യു ബൈ 2x എന്ന് എഴുതണമെങ്കിൽ യാതൊരു ആവശ്യമില്ല. ഞാനത് എഴുതണമെന്ന് പറയുകയില്ല, കാരണം 2x dx മൊത്തത്തിൽ ഇതേ ഇതിനകത്തുണ്ട്. ഞാൻ ബോക്സ് ഇതൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഈ 2x ലാസ്റ്റിലേക്ക് എഴുതി കഴിഞ്ഞാൽ 2x dx ആയില്ലേ. ഓക്കെ, അപ്പോൾ 2x dx ഇവിടെ ഉണ്ട്. അതിന് മൊത്തത്തിൽ എനിക്ക് എന്ത് കൊടുക്കാം, ഡി യു എന്ന് കൊടുക്കാം. ആ സർക്കിൾ ഇതിന് മൊത്തത്തിൽ ഞാൻ ഡി യു എന്ന് കൊടുത്തു. സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരെ എനിക്ക് എന്ത് എഴുതാം, സൈൻ യു എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ യു ഡി യു ഇൻ്റഗ്രൽ എന്താ, മൈനസ് കോസ് യു ഡി യു, മൈനസ് കോസ് യു പ്ലസ് സി ആണ് അല്ലേ. സൈൻ എക്സിൻ്റെത് കോസ് എക്സ് മൈനസ് കോസ് എക്സ്, അപ്പോൾ സൈൻ യുവിൻ്റെത് മൈനസ് കോസ് യു. ഓക്കെ, അവസാനിപ്പിക്കരുത്, യുവിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 1 കൊടുക്കുക, അവസാനിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഐഡിയ ക്ലിക്കായി എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെയ്ത് നോക്കൂ, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നോക്കൂ, ഫൈനൽ ആൻസർ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് ബാക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്ത ഉത്തരവും എൻ്റെ ഉത്തരവും ശരിയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എന്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ആദ്യം ആലോചിക്കുക. എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, എല്ലാ കേസിലും ഞാൻ പറയുന്നില്ല, ഇല്ലാത്തത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാവും. ടാൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് നല്ല വൃത്തിയായിട്ട് അറിയണേ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അത് ഇതിനകത്തുണ്ട്, ഇതേ കിടക്കുന്നു, 1/1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന് യു എന്ന് കൊടുക്കുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ, ഒരു ഡി എക്സ് ലെഫ്റ്റ് സൈഡിൽ എഴുതി കൊടുക്കുക, യുവിന് പകരം ഡി യു എഴുതി കൊടുക്കുക. ഇവിടെ ഡി എക്സ് ഈക്വൽ ടു എന്നൊന്ന് എഴുതിയിട്ട് നിങ്ങൾ വെറുതെ കൺഫ്യൂസ് ആവണ്ട. 1/1 പ്ലസ് എക്സ് സ്ക്വയർ അതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിന് മൊത്തത്തിൽ എനിക്ക് എന്ത് കൊടുക്കാം, ഡി യു എന്ന് കൊടുക്കാം. ഈ സർക്കിൾ ഇതിന് മൊത്തത്തിൽ ഞാൻ ഡി യു എന്ന് കൊടുത്തു. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് യു അല്ലേ, അപ്പോൾ സൈൻ യു ഡി യു സിമിലർ അല്ലേ. സൈൻ യു ഡി യുവിൻ്റെ എന്താണ്, മൈനസ് കോസ് യു പ്ലസ് സി ആണ്. ഇവിടെ പക്ഷേ യു മാറി, യു എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി.